നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിനുള്ളിൽ കയറിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. കട്ടപ്പന CSC പള്ളിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലാണ് പാമ്പ് കയറിക്കൂടിയത്. പള്ളിയിലെത്തിയവർ വിളിച്ചതോടെ സ്ഥലത്തെത്തിയ സ്നേക്ക് റെസ്ക്യൂവർ MK ഷുക്കൂറാണ് മൂർഖനെ പുറത്തെടുത്തത്. പാമ്പിനെ കട്ടപ്പന വനപാലകർക്ക് കൈമാറി. വളരെ നാളുകൾക്ക് ശേഷമാണ് സ്കൂട്ടറിൽ നിന്നൊരു മൂർഖനെ പിടിക്കുന്നത്. ഇവിടെ ഞാൻ വീട്ടിലായിരുന്നു. എന്നെ വിളിച്ചു. ഇവിടെ നമ്മുടെ CSI കോംപ്ലക്സിൻ്റെ താഴെയാണ്. നമ്മുടെ പള്ളിയുടെ വക കെട്ടിടത്തിൻ്റെ പള്ളി തന്നെയാണ്, പള്ളിയുടെ താഴത്തെ നില. അപ്പോൾ ഒരു സ്കൂട്ടർ അവിടെ വെച്ചിരുന്നു. ഒരു ഫാമിലി ആണ് ഇവിടെ നിന്നുകൊണ്ട് വിളിച്ചത്. അവരിത് കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളിയുടെ സൈഡിൽ കൂടെ എഴഞ്ഞ് വന്നിട്ട് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിനകത്ത് കയറിയാണ് ഉണ്ടായത്. വലിയ വലിപ്പമുള്ള മൂർഖനൊന്നുമല്ല, ഇത് പ്രായം കുറഞ്ഞ കുഞ്ഞു മൂർഖനാണ്. അല്ലെങ്കിൽ എങ്കിൽ പോലും നമ്മൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോഴും നിൽക്കുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം നമ്മൾ ചുമ്മാ ആണെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ മഴക്കാലമാകുമ്പോൾ പാമ്പുകൾ നമ്മൾ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ കുറച്ച് ദിവസം താമസിച്ചെടുക്കുന്ന വാഹനങ്ങളിലൊക്കെ എലിയായാലും പാമ്പായാലും ഏറ്റവും കൂടുതൽ ഡേഞ്ചർ നമുക്ക് പാമ്പുകളാണ്. പാമ്പുകൾ കയറാതെ നോക്കുക. ഇതുങ്ങളുടെ ഒരു പ്രജനന കാലഘട്ടമാണ്. ആ സമയത്ത് ഇതുങ്ങളിങ്ങനെ എന്താ പറയുക, ഭക്ഷണം അലഞ്ഞ് നടക്കുന്നൊരു സമയമാണ്. ഈ പള്ളിയുടെ പുറത്ത് വന്ന സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു മണ്ണിൻ്റെ ഒരു നില പോലും ഇല്ല, മണ്ണോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ടൈൽസ് ഇട്ടേക്കുന്ന സ്ഥലമാണ്. എങ്കിൽ പോലും എന്നിട്ട് പോലും ഇതിനകത്ത് സ്കൂട്ടറിനകത്ത് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ വാഹനം എടുക്കുമ്പോഴെല്ലാം ഒന്ന്, പ്രത്യേകിച്ച് സ്കൂട്ടറുകൾ എടുക്കുമ്പോൾ ഒന്ന് തട്ടിക്കുറഞ്ഞ് നമ്മുടെ ഫ്രണ്ടിലെ വൈസർ ഒന്ന് ശ്രദ്ധിക്കും. മിക്കവാറും വൈസറിനകത്തുനിന്നാണ് പാമ്പുകളെ കിട്ടാറ്. ഇപ്പോഴും ഇതിനകത്തുനിന്നും വൈസറിനകത്തുനിന്നാണ് കിട്ടിയത്. വണ്ടിക്കിട്ടും തട്ടയും മുട്ടും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കി, റേസ് ചെയ്ത് നോക്കി, അതുപോലെ തന്നെ നമ്മൾ തട്ടിയും മുട്ടിയൊക്കെ നോക്കി, ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്തു നോക്കി. പക്ഷേ എന്നിട്ടൊന്നും പാമ്പ് ഇറങ്ങിയില്ല. നല്ലപോലെ റേസ് ചെയ്തു വണ്ടി, എന്നിട്ട് പോലും പാമ്പിനെ കണ്ടെത്താൻ പറ്റിയില്ല. അവസാനം മീറ്റർ വരെ അഴിച്ചതിന് ശേഷമാണ് ഇതിനെ കാണാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് വാഹനം എടുക്കുമ്പോൾ എപ്പോഴും മഴക്കാലത്ത് നമ്മൾ, പ്രത്യേകിച്ച് ചൂട് കാലത്താണെങ്കിൽ പാമ്പുകൾ വാഹനത്തിൽ കയറിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നല്ല ഹീറ്റ് വണ്ടിക്കുണ്ടെങ്കിൽ ആ ചൂട്, പാമ്പ് ശീതരക്തജീവി ആയതുകൊണ്ട് തണുപ്പുള്ള മേഖലയിലാണ് കൂടുതൽ ഇരിക്കാറ്. നല്ല വെയിലുള്ള സമയത്ത് വണ്ടിക്കകത്തൊന്നും കയറിയിരിക്കാറില്ല. ചൂടുള്ള സമയത്തൊന്നും വണ്ടിക്കകത്ത് കയറിയിരിക്കാറില്ല. തണുപ്പുള്ള സമയത്ത് വണ്ടിയിൽ കയറിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ രാത്രി വളരെ ശ്രദ്ധിക്കണം. വണ്ടി പാർക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഏറ്റവും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം.